സാമ്പത്തിക ക്ലേശങ്ങളിൽപ്പെട്ട് വീർപ്പുമുട്ടി കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി എല്ലാ വീട്ടുകാരും അവരവരുടെ മാസവരുമാനത്തിൻ്റെ 5% അതിൽ കൂടുതലോ തുക സംഭാവന ചെയ്യുവാൻ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു യോഗത്തിൽ തീരുമാനമായി. ഇപ്പോഴെങ്ങുമല്ല, പണ്ടൊരിക്കൽ. അതനുസരിച്ച് എല്ലാവരും സംഭാവന ചെയ്തു. ചിലർ വളരെ കൂടുതലായിട്ടുള്ള എമൗണ്ടും സംഭാവന ചെയ്യുകയുണ്ടായി. പിന്നീട് ഒരു ദിവസം കൂടുതൽ തുക സംഭാവന ചെയ്ത വ്യക്തികളെ വിളിച്ചുകൂട്ടി അവരെ അനുമോദിക്കുവാൻ തീരുമാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ്. ഏറ്റവും കൂടുതൽ തുക സംഭാവന ചെയ്തിട്ടുള്ള 3 വ്യക്തികൾക്കാണ് സമ്മാനങ്ങൾ. അതനുസരിച്ച് അനുമോദന ചടങ്ങിൽ പങ്കുകൊള്ളുവാൻ നല്ലൊരു കൂട്ടം ആൾക്കാർ വളരെ നേരത്തെ തന്നെ അവിടെ എത്തിച്ചേർന്നു. ആദ്യം 3ാം സമ്മാനവും അതിനുശേഷം 2ാം സമ്മാനവും അർഹതപ്പെട്ട വ്യക്തികൾക്ക് കൈമാറി. ഇനിയുള്ളത് 1ാം സമ്മാനമാണ്. ഏറ്റവും കൂടുതൽ തുക സംഭാവന ചെയ്ത വ്യക്തിയുടെ പേര് അവിടെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ സ്റ്റേജിലേക്ക് കയറി ചെന്നത് ഒരു മധ്യവയസ്കയായ ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു. അവരെ കണ്ടിട്ട് നാട്ടുകാരിൽ ചിലർ ഒച്ചയിടുവാൻ തുടങ്ങി. ഇവരോ? എന്ത്? ഇവരാണെന്നോ കൂടുതൽ തുക സംഭാവന ചെയ്തത്? ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവരെത്ര സംഭാവന ചെയ്തിട്ടുണ്ടാവുമെന്ന് ഇവരെ കണ്ടാൽ ആർക്കും ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പൈസ കൊടുത്തിട്ട് ഇവരെ സഹായിക്കണമെന്ന് ആരെങ്കിലും നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അങ്ങ് പറഞ്ഞാൽ പോരെ. പിന്നെ എന്തിന് ഞങ്ങളെയൊക്കെ ഇവിടെ വിളിച്ചു വരുത്തി മെനക്കെടുത്തണം? തന്നെയല്ല, ഇവിടെ ആരും ഇവരെ കണ്ടിട്ടുമില്ല. ഇങ്ങനെ പലരും പലതും വിളിച്ചു പറയുവാൻ തുടങ്ങി. എല്ലാവരെയും ശാന്തരാക്കിയതിനു ശേഷം സംഘാടകരിൽ ഒരാൾ എണീറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ ഒന്നും ശരിയല്ല. ഏറ്റവും കൂടുതൽ തുക നൽകി സഹായിച്ചത് ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മ തന്നെയാണ്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ, മാസവരുമാനത്തിൻ്റെ 5% അനുസരിച്ച് ഇവർ വെറും 150 രൂപയെ സംഭാവന ചെയ്യേണ്ടിയിരുന്നുള്ളൂ. അതേ സ്ഥലത്ത് ഇവർ സംഭാവന നൽകിയത് 1500 രൂപയാണ്. സാമ്പത്തികമായിട്ട് ഇവർ വളരെ ചെറുതാണ്, ശരിയാണ്. പക്ഷേ മനസ്സുകൊണ്ട് ഇവർ വളരെ വലുതാണ്. ഇനി ഇവരല്ലാണ്ട് ഇവരെക്കാൾ കൂടുതലായിട്ട് മറ്റേതെങ്കിലും വ്യക്തികൾ കൂടുതൽ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ ഈ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് ഈ പാരിതോഷികം സ്വീകരിക്കാം. പക്ഷേ സ്റ്റേജിലേക്ക് മറ്റാരും കയറി ചെന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് 1ാം സമ്മാനം ആ പാവപ്പെട്ട സ്ത്രീക്ക് കൈമാറി. തനിക്ക് സമ്മാനമായിട്ട് കിട്ടിയ പാക്കറ്റിൽ എത്ര രൂപ ഉണ്ടെന്ന് ഒന്ന് തോന്നുപോലും നോക്കാതെ ആ സ്ത്രീ അത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേരെ തിരിച്ചു നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതും കൂടി എൻ്റെ സംഭാവനയായിട്ട് കരുതിയാലും. എൻ്റെ ഒരു അഭ്യർത്ഥനയാണിത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ എനിക്ക് ജീവിക്കാൻ വളരെ കുറച്ച് പൈസ മാത്രമേ വേണ്ടൂ. പിന്നെ എന്നെ ഇവിടെ ആരും അറിയില്ല, അത് ശരിയാണ്. പക്ഷേ എനിക്ക് നിങ്ങളിൽ പലരെയും അറിയാം. നിങ്ങൾ കുട്ടികളും കൂട്ടുകാരുമൊത്ത് കടൽ തീരത്ത് കാറ്റും കൊണ്ട് കളിതമാശ പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരും. കുഞ്ഞിലെ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ട എന്നെ എൻ്റെ അമ്മയായിരുന്നു അന്ന് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. ഒരിക്കൽ പെട്ടെന്നുണ്ടായ ഒരു കടലാക്രമണത്തിൽപ്പെട്ട് എനിക്ക് എൻ്റെ അമ്മയും നഷ്ടമായി. അതോടുകൂടി ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കായി. അന്നു മുതൽ ജീവിക്കുവാൻ വേണ്ടി ഞാൻ ഒരു മാർഗം കണ്ടെത്തി. കടൽ തീരത്ത് നിങ്ങൾ വലിച്ചെറിയുന്ന കുടിവെള്ളത്തിൻ്റെ കാലിക്കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് പാക്കറ്റുകളും മറ്റും കടലിൽ ചെന്ന് വീഴുന്നതിന് മുൻപ് തന്നെ അതെല്ലാം ഞാൻ പെറുക്കിയെടുത്ത് പിന്നീട് വിറ്റ് കാശുണ്ടാക്കും. എനിക്ക് ജീവിക്കുവാൻ അത്രയുമൊക്കെ മതി. പിന്നെ സഹായിക്കുവാൻ നിങ്ങളുമൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവർ തുടർന്നു, ഞാൻ ഒരു അമ്മയായി കാണണമെന്നായിരുന്നു എൻ്റെ അമ്മയുടെ ആഗ്രഹം. പക്ഷേ അത് സാധിച്ചില്ല. പക്ഷേ എന്നെ ഇന്നും അമ്മേ എന്ന് വിളിച്ച് സംബോധന ചെയ്യുന്ന പലരും ഈ കടൽ തീരത്തുണ്ട്. എന്നേക്കാൾ പാവപ്പെട്ട ചില മനുഷ്യർ. കടൽ ഇതൊക്കെ വറ്റിപ്പോയാലും കാലം ഇതെല്ലാം മറന്നു പോയാലും എനിക്ക് എൻ്റെ അമ്മയെ മറക്കാനാവില്ല.
അമ്മ ഒരു കെടാവിളക്കാണ്.